നമസ്കാരം. ബിഗിനർ സീരീസിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ടേബിൾസ് ആൻഡ് റേഞ്ചസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എക്സൽ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചു ഈ വർക്ക്ഷീറ്റിൽ ഒരു ബോക്സ് സെലക്ട് ചെയ്താൽ അതിനെ നമ്മൾ ഒരു സെല്ല് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു സെല്ലും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു റേഞ്ച് എന്ന് വിളിക്കാം. അപ്പോൾ റേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or more സെൽസിൻ്റെ ഗ്രൂപ്പിനെയാണ് റേഞ്ചസ് എന്ന് വിളിക്കുന്നത്. എക്സലിൽ നമ്മൾ റേഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫസ്റ്റ് സെല്ല് കോളൻ ലാസ്റ്റ് സെല്ല് എന്നാണ്. ഈ ഷീറ്റിൽ നമുക്കിവിടെയുള്ള ഈ ടേബിളിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്കിതിൻ്റെ ഫസ്റ്റ് സെല്ലായ A1 കോളൻ ഇതിൻ്റെ ലാസ്റ്റ് സെല്ലായ C4 എന്ന് എഴുതാം. അപ്പോൾ ഇതായിരിക്കും ഈ ടേബിളിൻ്റെ റേഞ്ചസിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈക്വൽ ടു പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ റേഞ്ചിനെ സെലക്ട് ചെയ്ത് ഫസ്റ്റ് സെല്ല് കോളൻ ലാസ്റ്റ് സെല്ലെന്ന് റെപ്രസെൻ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് എക്സലിൽ നമ്മൾ റേഞ്ചസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സോർട്ടിങ് ആൻഡ് ഫിൽറ്ററിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഡാറ്റയുണ്ട്. ഇത് കുറച്ച് സെയിൽസിൻ്റെ ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ സെയിൽ നടത്തിയ ഡേറ്റ് ഉണ്ട്, പിന്നെ എംപ്ലോയി നെയിം ഉണ്ട്, പിന്നെ ഏത് പ്രോഡക്റ്റാണ്, പ്രോഡക്റ്റ് ABC എന്ന് പറഞ്ഞ് 3 പ്രോഡക്റ്റ്സ് ഉണ്ട്, പിന്നെ ഓരോ സെയിലിൻ്റെയും എത്ര ക്വാണ്ടിറ്റിയാണ്, പിന്നെ അതിൻ്റെ പ്രൈസ് എത്രയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈൻ നോക്കുവാണെങ്കിൽ സെപ്റ്റംബർ 1 ലൂസി പ്രോഡക്റ്റ് C 15 ക്വാണ്ടിറ്റി സെല്ല് ചെയ്തു, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 2000 ആണ്. അപ്പോൾ നമുക്ക് ഈ ലൈൻ ജസ്റ്റ് ഒന്ന് റെഡ് ഫോണ്ടിലേക്ക് ആക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഡാറ്റ ഡേറ്റ് വൈസ് ആണ് എൻ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 1 തൊട്ട് ഇത് ഒക്ടോബർ 7 വരെയുള്ള ഡാറ്റയാണ്. ഇനി ഈ ഡാറ്റയെ പ്രോഡക്റ്റ് വൈസ് സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് A എത്ര സെല്ല് ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റ് B എത്ര സെല്ല് ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റ് C എത്ര സെല്ല് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് വൈസ് സോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എക്സലിൽ സോർട്ടിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ റിബണിൽ ഡാറ്റ ടാബിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം സോർട്ടിങ്ങിൻ്റെ ടൂൾസ്. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്ക് A to Z സോർട്ടിംഗ് ഉണ്ട്, Z to A സോർട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ A to Z എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ടു ഹയസ്റ്റും, Z to A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ടു ലോവസ്റ്റും ആണ്. അപ്പോൾ നമുക്കിനി പ്രോഡക്റ്റ് ABC എന്ന് പറഞ്ഞ ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ ആ കോളത്തിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ A to Z എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ABC എന്നുള്ള ഓർഡറിൽ ഇത് സോർട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിത് തിരിച്ച് വേണമെങ്കിൽ നമ്മൾ Z to A ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ CBA എന്നുള്ള ഓർഡറിൽ ഇത് സോർട്ട് ആവും. ഇനി നമുക്ക് എംപ്ലോയി വൈസ് സോർട്ട് ചെയ്യണമെങ്കിൽ എംപ്ലോയി എന്നുള്ള കോളത്തിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക, എന്നിട്ട് A to Z ക്ലിക്ക് ചെയ്യുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ A to Z സോർട്ട് ആവും. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ റെഡ് കളർ അപ്ലൈ ചെയ്ത ആ ലൈൻ അതേപോലെ തന്നെ മൂവായി. അപ്പോൾ സോർട്ടിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ ഒരു റോ ഫുള്ളായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു കോളത്തിലാണ് സോർട്ടിങ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും ഹോൾ റോയാണ് മൂവ് ആവുന്നത്. അപ്പോൾ സോർട്ടിങ്ങിൽ മൾട്ടി ലെവൽ സോർട്ടിങ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി റിബണിൽ ഈ സോർട്ട് എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ടൂൾ ഓപ്പൺ ചെയ്യുമ്പം നമുക്കിവിടെ കാണാം ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡിറ്റക്റ്റ് ആയി, പിന്നെ പുതിയൊരു വിൻഡോ വന്നു. അപ്പോൾ മൾട്ടി ലെവൽ സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ലെവൽ സോർട്ടിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് നമുക്ക് എംപ്ലോയി വൈസ് സോർട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് നമുക്ക് പ്രോഡക്റ്റിൻ്റെ ABC എന്നുള്ള ഓർഡറിൽ സോർട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹയസ്റ്റ് സെയിൽ ക്വാണ്ടിറ്റി വെച്ച് വേണമെങ്കിൽ സോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി പുതിയൊരു ലെവൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പ്ലസ് ആഡ് ലെവൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു ലൈൻ വരും. നമ്മൾ ഈ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിനി അടുത്ത പ്രോഡക്റ്റ് വൈസ് സോർട്ട് ചെയ്യാം. നമുക്ക് സെൽ വാല്യൂ ആണ് വേണ്ടത്, നമുക്ക് A to Z എന്ന് പറഞ്ഞ ഓർഡറിൽ തന്നെ സോർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഓക്കെ അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ എംപ്ലോയി വൈസ് ആദ്യം സോർട്ട് ചെയ്തു, പിന്നെ നമ്മൾ ഈ ഡാൻ്റെ സെയിൽസ് ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇത് ABC എന്ന് പറഞ്ഞ ഓർഡറിൽ വീണ്ടും ആ ഡാറ്റയെ സോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മൾട്ടി ലെവൽ സോർട്ടിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ലെവൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡാറ്റയെ സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിൽറ്ററിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഫിൽറ്റർ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ റിബണിൽ സോർട്ടിൻ്റെ അടുത്ത് തന്നെ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞ ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ എല്ലാ കോളത്തിലും ഒരു കുഞ്ഞ് ഡ്രോപ്പ് ഡൗൺ ബട്ടൺ വന്നേക്കുന്നത്. നമ്മൾ ഈ ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട സോർട്ടിംഗ് ഓപ്ഷൻസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് A to Z സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ Z to A ഉണ്ട്, പിന്നെ നമുക്ക് സോർട്ട് ബൈ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും സെല്ലിൽ കളറൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കളർ വെച്ച് സോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫിൽറ്ററിങ് ഓപ്ഷനിലേക്ക് വരുവാണെങ്കിൽ ഫിൽറ്ററിങ് ബൈ കളറും ഉണ്ട്. പിന്നെ അതിൻ്റെ താഴേക്ക് വരുവാണെങ്കിൽ എക്സൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇയറും മന്തും ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അൺസെലക്ട് ചെയ്യാം ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് ഒക്ടോബറിലെ മാത്രം ഡാറ്റ മതിയെങ്കിൽ ഒക്ടോബർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബറിലെ ഡാറ്റ മാത്രം ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മുടെ റോ നമ്പർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം
1 എന്ന് പറഞ്ഞ റോ കഴിഞ്ഞിട്ട് പിന്നെ 13th റോയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് റോസ് ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പോൾ ബാക്കി റോകളെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഫിൽറ്ററാണോ അപ്ലൈ ചെയ്യുന്നത് അത് മാത്രം ഷോ ചെയ്യും, ബാക്കി റോകളെ ഹൈഡ് ചെയ്യും. നമുക്കിനി ഫുള്ള് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഈ സെലക്ട് ഓൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഡാറ്റയെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എംപ്ലോയിയുടെ ഫിൽറ്ററിങ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എംപ്ലോയിയുടെ ഡാറ്റ കാണാം. ഇല്ലെങ്കിൽ 2 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേരുടെ ഡാറ്റ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫിൽറ്ററിങ് ഓപ്ഷൻ. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ലെവൽ ഫിൽറ്ററിങ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കോളത്തിൽ ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്യാം, എന്നിട്ട് അടുത്ത കോളത്തിൽ പോയി വീണ്ടും ഇവിടെ അടുത്ത ഫിൽറ്റർ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് എത്ര കോളത്തിൽ വേണമെങ്കിലും ഫിൽറ്റർ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഫിൽറ്ററിങ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ ഡാറ്റയിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഡാറ്റ ടാബിൽ പോയിട്ട് ഈ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ എല്ലാം റിമൂവ് ആയി ഫുൾ ഡാറ്റയെ കാണിക്കും. ഈ സെയിം ഓപ്ഷൻ തന്നെ നമ്മുടെ ഹോം ടാബിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ടൂൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം നേരത്തെ കണ്ട സോർട്ടിങ് ഓപ്ഷൻ ഉണ്ട്, കസ്റ്റം സോർട്ട് ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഫിൽറ്റർ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഫിൽറ്ററിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡാറ്റയിൽ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഫിൽറ്റർ അപ്ലൈ ചെയ്താൽ ഫുള്ള് ഡാറ്റയ്ക്കും ഫിൽറ്റർ അപ്ലൈ ആവും. പക്ഷേ നമുക്കിനി ഒരു കോളത്തിൽ മാത്രം ഫിൽറ്റർ ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ ആദ്യം ഫിൽറ്റർ ക്യാൻസൽ ചെയ്യുന്നു, എന്നിട്ട് ഒരു കോളം സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ വന്നിട്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോളത്തിന് മാത്രമേ ഫിൽറ്റർ അപ്ലൈ ആവത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സോർട്ടിങ് ഒരു കോളത്തിൽ മാത്രം ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഡാറ്റ ടാബിൽ പോയിട്ട് സോർട്ടിങ് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫിൽറ്റർ ഡ്രോപ്പ് ഡൗണിൽ വന്നിട്ട് നമുക്ക് ഇവിടെ സോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കോളത്തിൽ മാത്രം A to Z സോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഒരു വാർണിംഗ് സൈൻ വരും. എന്നിട്ട് നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഈ സെലക്ഷൻ എക്സ്പാൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കറൻറ്റ് സെലക്ഷൻ വെച്ച് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്കിത് എക്സ്പാൻഡ് സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇനി നമ്മൾ സോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡാറ്റയെ പ്രോഡക്റ്റ് വൈസ് ABC എന്നുള്ള ഓർഡറിൽ സോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡ് ഫോണ്ട് ആക്കിയ ലൈൻ അതുപോലെ തന്നെ മൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ സോർട്ട് ചെയ്യാം. ഇനി നമുക്ക് Z to A എന്നുള്ള ഓർഡറിൽ സോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ വിത്ത് കറൻറ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, എന്നിട്ട് സോർട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഡാറ്റയെ പ്രോഡക്റ്റ് CBA എന്നുള്ള ഓർഡറിൽ സോർട്ടായി. പക്ഷേ നമ്മുടെ റെഡ് ലൈൻ നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ലൈൻ മാത്രം മൂവ് ചെയ്ത് വേറെ ലൈനായി. അപ്പോൾ ഈ ഡാറ്റ കറക്റ്റ് അല്ല. കാരണം സെപ്റ്റംബർ 1 ലൂസി പ്രോഡക്റ്റ് C ആണ് 15 ക്വാണ്ടിറ്റി സെല് ചെയ്ത്, പ്രോഡക്റ്റ് A അല്ല. അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കോളം മാത്രം സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡാറ്റ പിന്നെ കറപ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡാറ്റ മൊത്തം ഇൻകറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് കൺട്രോൾ Z അടിച്ച് തിരിച്ച് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ഒരു കോളത്തിൽ മാത്രം സോർട്ടിങ് അപ്ലൈ ചെയ്യുമ്പം ഈ 2 ഓപ്ഷൻ ഏതാണെന്ന് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓട്ടോ ഫിൽ ഓപ്ഷനാണ്. ഇപ്പോൾ ഈ വർക്ക്ഷീറ്റിൽ നമ്മളിവിടെ 1 എന്ന് എൻ്റർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ബോട്ടം കോർണറിൽ വന്നിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം 1 എന്നുള്ള കോപ്പി ആയിരിക്കുന്നത്. ഇവിടെ താഴെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കോപ്പി സെൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഫില്ലിൻ്റെ വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഫിൽ ബൈ സീരീസ് ആണ്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സീരീസ് പോലെ 1 2 3 4 5 എന്നുള്ള രീതിയിൽ ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി. നമ്മൾ കഴിഞ്ഞ ഫോർമുലാസിൻ്റെ വീഡിയോയിൽ കണ്ടു, ഫോർമുല അപ്ലൈ ചെയ്ത ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബോട്ടം കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർമുല കോപ്പി ആവും, അതിൻ്റെ ഒപ്പം തന്നെ റിലേറ്റീവായിട്ട് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെ നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബോട്ടം കോർണറിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമുല അപ്ഡേറ്റ് ആവുന്ന പോലെ നമുക്ക് ഈ ഡാറ്റ ഒരു സീരീസ് പോലെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതാണ് ഓട്ടോ ഫിൽ ഓപ്ഷൻ. അപ്പോൾ നമുക്കിനി ജാനുവരി എന്ന് പറഞ്ഞ സെല്ല് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം മന്ത് ഒരു സീരീസ് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ താഴത്തെ ഈ ബോക്സിൽ വരുവാണെങ്കിൽ ജസ്റ്റ് ജാനുവരി കോപ്പി ചെയ്യാനാണെങ്കിൽ ഈ കോപ്പി സെൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഫുള്ള് സെല്ല് ജാനുവരി ആവും. നമുക്കൊരു സീരീസ് ആണ് വേണ്ടതെങ്കിൽ അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്കൊരു സീരീസിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡേയും ഇതേപോലെ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സീരീസ് പോലെ എൻ്റർ ചെയ്യാൻ പറ്റും. ഈ ഓട്ടോ ഫിൽ ഓപ്ഷൻ നമുക്ക് ഡേറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് റേഞ്ചസിനെ പറ്റി പഠിക്കാനുള്ളത്. നമുക്കിനി ടേബിൾസ് എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് റേഞ്ചസും ടേബിൾസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എക്സലിൽ ടേബിൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്ത നമ്മുടെ സെയിൽസ് ഡാറ്റയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഈ സെയിം ഡാറ്റയുടെ തന്നെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് നമുക്ക് തൊട്ടടുത്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്.
ഇത് കോപ്പി ചെയ്തു നമ്മൾ ഇനി ഇത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ സെയിം ഡാറ്റയുടെ നമുക്കിവിടെ 2 കോപ്പി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കോപ്പീനെ ഒരു ടേബിളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ ഒരു ടേബിളായിട്ട് മാറ്റണമെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡാറ്റയെ ഡിറ്റക്റ്റ് ചെയ്യും, എന്നിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ ഇനി ചേഞ്ച് ഒന്നും വരുത്തണ്ട. പിന്നെ അതിൻ്റെ അടിയിലുള്ള ഓപ്ഷനാണ് മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ്. അതായത് നമ്മുടെ ഡാറ്റയ്ക്ക് എല്ലാത്തിനും ഒരു ഹെഡിങ് ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡാറ്റയിലെ ഹെഡിങ് ഡേറ്റ്, എംപ്ലോയി, പ്രോഡക്റ്റ്, സെയിൽ, ഇതാണ് നമ്മുടെ ഹെഡിങ്. അപ്പോൾ ഇത് ഓക്കെ അടിച്ച് കഴിഞ്ഞപ്പം എക്സൽ ഇതിനൊരു ടേബിളായിട്ട് മാറ്റി. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽറ്ററിങ് ഓപ്ഷൻ അപ്ലൈ ചെയ്തു. പിന്നെ ഇതിൽ കുറച്ച് കളറൊക്കെ ഫില്ല് ചെയ്ത് ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞ് വേറൊരു ടാബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടേബിൾ ഡിസൈൻ ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ ഓപ്ഷൻ അവൈലബിൾ ആണെന്ന് നമുക്ക് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ആരോ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുൾ ഡ്രോപ്പ് ഡൗൺ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാണാം കസ്റ്റമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ബൈ ഡീഫോൾട്ടായിട്ട് ലൈറ്റ് ആയിട്ടുള്ള തീമുണ്ട്, മീഡിയം ലെവലിലുള്ള തീമുണ്ട്, ഡാർക്ക് തീമുകളുമുണ്ട്. ഏതാണോ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള അപ്ലൈ ചെയ്യണമെങ്കിൽ ലൈറ്റിൽ ഫസ്റ്റത്തെ തീമാണ് നൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് ബ്ലാങ്ക് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ കളറിലുള്ള ഒരു തീം സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ടേബിളിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഹെഡേഴ്സിനെ ഹൈഡ് ചെയ്യാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെഡർ ഹൈഡ് ആവും, അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ആക്കാം. പിന്നെ നമുക്ക് ഈ ബാൻഡഡ് റോസ് മാറ്റിയിട്ട് നമുക്ക് ബാൻഡഡ് കോളംസ് ആക്കാം. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും അൺക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടിടാം. ഇങ്ങനെ ബാൻഡഡ് റോസോ അല്ലെങ്കിൽ ബാൻഡഡ് കോളംസ് കൊടുക്കുന്ന 2 ലൈനുകളെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് കോളത്തിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് കോളത്തിനെ ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ എന്ന് പറഞ്ഞ കോളാണ് ലാസ്റ്റ്. നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്കത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണ് ഈ ഓപ്ഷൻ. ഇപ്പോൾ ഈ റിബണിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ടേബിൾ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ ടേബിളിനെ ടേബിൾ 2 എന്ന് പറഞ്ഞ് എക്സൽ ഡീഫോൾട്ടായിട്ടൊരു പേര് അസൈൻ ചെയ്തു. നമുക്കത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് സെയിൽസ് എന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെയിൽസിനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ സെയിൽസ് എന്ന് നെയിം ചെയ്തത്. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് സേവ് ആവും. അതിന് താഴെയുള്ള ഓപ്ഷനാണ് റീസൈസ് ടേബിൾ. അതായത് എക്സൽ ഏതെങ്കിലും ഡാറ്റയെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റീസൈസ് ടേബിളിൽ നിന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ടേബിളിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നമ്മുടെ ഹോം ടാബിൽ പോവുകയാണെങ്കിൽ ടേബിളിന് അവൈലബിൾ ആയിട്ടുള്ള അഡീഷണൽ ഓപ്ഷൻസ് ആണ്. നമ്മൾ ഇൻസേർട്ട് ടാബ് ഓപ്പൺ ആക്കുമ്പം നമുക്കിവിടെ ഇൻസേർട്ട് എ റോ ഇൻ എ ടേബിൾ, ഇൻസേർട്ട് എ കോളം ഇൻ എ ടേബിളുണ്ട്. ഇതൊക്കെ ടേബിളിന് മാത്രമായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അതുപോലെ നമ്മൾ ഡിലീറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ ഡിലീറ്റ് ടേബിൾ റോ, ഡിലീറ്റ് ടേബിൾ കോളം എന്ന് പറഞ്ഞ ഓപ്ഷൻസും പുതിയതാണ്. ഇനി നമുക്ക് ഒരു ടേബിളും റേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡാറ്റ നമ്മളൊരു റേഞ്ചാണ്, രണ്ടാമത്തെ ഡാറ്റയെ ആ റേഞ്ചിനെ സെലക്ട് ചെയ്ത് നമ്മളൊരു ടേബിളായിട്ട് ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഡാറ്റയെ ടേബിളാക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽറ്റർ വന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഡാറ്റയിൽ ഫിൽറ്റർ വന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മാനുവലി ഫിൽറ്റർ ഓപ്ഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ്. നമ്മളൊരു ഡാറ്റയെ ടേബിൾ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഫിൽറ്റർ അപ്ലൈ ആവും. രണ്ടാമത്തെ ടേബിളിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു തീം അപ്ലൈ ചെയ്തു. അതായത് ടേബിൾ ഡിഫൈൻ ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കളർ തീമും അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കളർ തീം അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ടേബിൾ ഡിസൈനിൽ പോയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. പിന്നെ നമുക്കൊരു ബോർഡറൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബോർഡർ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഈ ഫസ്റ്റത്തെ ഡാറ്റയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ സ്റ്റെപ്പും മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ രണ്ടാമത്തെ ടേബിളിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്കിനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഡാറ്റ നോക്കുവാണെങ്കിൽ ഇവിടെ 5 സെയിൽസ് ഉണ്ട്, പ്രൈസ് പെർ ഐറ്റം 1000 ആണ്. അപ്പം 1000 പ്രൈസുള്ള 5 ഐറ്റംസ് നമ്മൾ സെല്ല് ചെയ്തു. അപ്പോൾ നമ്മുടെ ടോട്ടൽ വാല്യൂ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ 2 സെല്ലും മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 5000 എന്ന് കിട്ടും. ഇനി ഈ ഡാറ്റയെ നമുക്ക് താഴേക്ക് കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ ഈ കോർണറിൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റ താഴേക്ക് ഫുള്ള് കോപ്പി ആവും. ഇനി ഈ സെയിം ഫോർമുല തന്നെ നമ്മൾ ടേബിളിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ടു പ്രൈസ് പെർ ഐറ്റം മൾട്ടിപ്ലൈഡ് ബൈ
സെയിൽ കൊടുക്കുന്നു. നമ്മൾ എൻ്റർ ക്ലിക്ക് ചെയ്യുന്ന വഴി ഈ സെല്ലിലെ ഫോർമുല ഫുള്ള് സെല്ലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി ആവും. അപ്പോൾ ഇത് ടേബിളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. റേഞ്ചസിലാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ലൈൻ ചെയ്ത് നമ്മൾ കോർണറിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോഴാണ് താഴേക്ക് കോപ്പി ആയത്. എന്നാൽ ടേബിളിൽ ആദ്യത്തെ ലൈൻ ചെയ്തിട്ട് നമ്മൾ എൻ്റർ അടിക്കുന്ന വഴി ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോർമുല താഴത്തെ സെല്ലുകളിലേക്ക് അപ്ഡേറ്റ് ആയി. ഇനി ടേബിളിൻ്റെ നാലാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞ ടാബിൽ പോകുന്നു. നമുക്കിവിടെ ടോട്ടൽ റോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പുതിയൊരു ലൈൻ ആഡ് ആവും. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ എന്ന് പറഞ്ഞ സെല്ല് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ സമ്മ് കണ്ടുപിടിക്കുക, ആവറേജ് കണ്ടുപിടിക്കുക, ഇങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സമ്മ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ഡാറ്റയുടെ ഫുള്ള് സമ്മ് കിട്ടും. അതുപോലെ തന്നെ എല്ലാ ഡാറ്റയുള്ള സെല്ലിലും ഓരോ ഡ്രോപ്പ് ഡൗൺസ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം 68 ലൈൻസ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമുക്ക് സെയിലിൻ്റെ സമ്മോ ആവറേജോ മാക്സ് ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയണമെങ്കിൽ മാക്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം 15 ആണ് ഏറ്റവും ഹയസ്റ്റ് സെയിൽ നമ്പർ. പക്ഷേ ഈ സെയിം ഫോർമുല തന്നെ നമ്മുടെ റേഞ്ചസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഓരോ കാൽക്കുലേഷനും നമ്മൾ മാനുവലി ചെയ്യണം. പക്ഷേ ടേബിളിലാണെങ്കിൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്ത അഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ ടേബിളിൽ ഒരു സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടേബിളിൻ്റെ ഹെഡർ ഇവിടെ നമുക്ക് കോളം നെയിമിൻ്റെ അടുത്ത് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ റേഞ്ചിൽ നോക്കുവാണെങ്കിൽ നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സെയിലാണോ, സെയിൽ പെർ ഐറ്റം ആണോ, അതോ എന്താണ് ഈ ഡാറ്റ എന്ന് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയി ഹെഡർ എന്താണെന്ന് നോക്കണം. പക്ഷെ ഒരു ടേബിളിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ കോളം നെയിമിന് പകരം നമ്മുടെ ഹെഡർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി നമുക്ക് ടേബിളിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ടോട്ടലിൻ്റെ സമ്മ ഒന്നും കൂടെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്തിട്ട് സമ്മ് എന്ന് പറഞ്ഞ ഫോർമുല സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഈ സെല്ലുകൾ സെലക്ട് ചെയ്യാറാണ്. അതിന് പകരം നമ്മുടെ ടേബിളിൻ്റെ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഡ്രോപ്പ് ഡൗണിൽ സെയിൽസ് എന്നുള്ള ടേബിൾ നെയിം വന്നിട്ടുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേബിൾ ഫുള്ള് സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഈ ടേബിളിൽ അവൈലബിൾ ആയിട്ടുള്ള കോളം നെയിംസ് ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ടോട്ടൽ എന്ന് പറഞ്ഞ കോളം ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പം ഈ ടോട്ടലിൽ ഡാറ്റ ഫുള്ള് സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടോട്ടലിൻ്റെ സമ്മ് ഇവിടെ കിട്ടും. ഇതുപോലെ തന്നെ നമ്മുടെ റേഞ്ചിലെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സമ്മ് എന്നുള്ള ഫോർമുല സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മാനുവലി ഈ ഡാറ്റ സെലക്ട് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സെയിം സമ്മ് തന്നെ കിട്ടും. പക്ഷേ ഈ ടേബിളിലെ കാൽക്കുലേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ടേബിളിൽ നിന്നുള്ള ഫോർമുലയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം സെയിൽസ് എന്ന് പറഞ്ഞ ടേബിളിൽ ടോട്ടൽ എന്ന് പറഞ്ഞ കോളത്തിൻ്റെ സമ്മാണ് ഈ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പം ടേബിൾ വെച്ച് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ടേബിൾ നെയിമും ആ കോളം ഹെഡറും വെച്ചിട്ട് നമുക്ക് എന്താണ് ഈ ഫോർമുലയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മളൊരു റേഞ്ചിൻ്റെ ഫോർമുല ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സെൽ റെഫറൻസ് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഡാറ്റയിൽ പോയിട്ട് എന്താണ് ഇതിൻ്റെ ഹെഡർ, എന്താണ് ഈ ടേബിളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ മാനുവലി നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗിനർ സീരീസിൻ്റെ 6ാമത്തെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.